ആവിഷ്കാരമായി ചിന്തയുടെയും ദർശനങ്ങളുടെയും പങ്കുവെക്കലിലൂടെ ഗാഢമായ സ്നേഹത്തിന്റെ സാമൂഹ്യ സൃഷ്ടിപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് 2006 ഡിസംബറിൽ പ്രസിദ്ധീകരണം തുടങ്ങിയ സാംസ്കാരിക പൈതൃകം മാസികയുടെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് പൈതൃകം സാംസ്കാരിക വേദി ദുബൈയിൽ സംഘടിപ്പിച്ച മലയാളം വായനോത്സവത്തിന്റെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه وسلم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നമ്മുടെ മുഖ്യാതിഥി, മലയാളത്തിൻ്റെ ഉദാത്തമായ സാംസ്കാരിക തനിമയുടെ പ്രഭാഷകൻ, നമ്മുടെ പ്രിയങ്കരനായ ജനാബ് അബ്ദുൽ സമദാനി സാഹിബ്, സംസ്കാരത്തിൻ്റെയും ആത്മീയതയുടെയും പോറ്റില്ലമായ പനമ്പുഴക്കൽ തറവാട്ടിൻ്റെ ഇളമുറക്കാരൻ, ഞങ്ങളുടെ പൈതൃകം മാഗസിൻ്റെ പ്രിന്ററും പബ്ലിഷറുമായ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദ്രോസ് തങ്ങൾ, ഗൾഫുകാരൻ്റെ വാർത്തകളിൽ സജീവമായ ഇടപെടൽ ഏഷ്യാവിഷൻ്റെ ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട നിസാർ സയ്യിദ്, IDMൻ്റെ ദുബായ് ചാപ്റ്റർ അമീർ ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ അൻവരി, സാംസ്കാരിക പൈതൃകത്തിൻ്റെ മാനേജിംഗ് എഡിറ്ററും ഗൾഫ് റേഡിയോ ശ്രോതാക്കൾക്ക് ചിരപരിചിതനുമായ ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി, ഗൾഫ് ടുഡേയുടെ മുഖ്യ പത്രാധിപരും സാംസ്കാരിക വേദികളിൽ സജീവ സാന്നിധ്യവുമായ ബഹുമാനപ്പെട്ട PV വികാനന്ദ്, അതുപോലെ ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാനപ്പെട്ട ഏറ്റവും നല്ലവരായ സദസ്യർ, ഈ വേദിയിലേക്ക് സഹർഷം നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുക എന്ന കടമയാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. എനിക്കറിയാം എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി നമ്മുടെ മുഖ്യപ്രഭാഷകന്റെ വാക്കുകൾക്ക് കാതോർക്കാൻ വേണ്ടി വമ്പുകയാണ്. എത്രയും പെട്ടെന്ന് ഉപചാര കർമ്മങ്ങൾ നിന്ന് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് മുഖ്യപ്രഭാഷകനിലേക്ക് ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വരുന്നതാണ്. ഇവിടെ ഇന്ന് നാം കൊണ്ടാടപ്പെടുന്ന ഇത് സാംസ്കാരിക പൈതൃകം എന്ന മാഗസിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചതിന് ശേഷമുള്ള 1-ാം വാർഷികവും അതിന്റെ പ്രൊമോഷനോട് ബന്ധപ്പെട്ട് ഞങ്ങൾ സംഘടിപ്പിച്ച മലയാളം റീഡിംഗ് ഫെസ്റ്റിവൽ 2007 എന്ന പരിപാടിയുടെ സമാപനവുമാണ്. ഒരു വർഷം മുമ്പ് ഞങ്ങളിങ്ങനെ ഒരു മാഗസിൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ഞങ്ങളുണ്ടായിരുന്ന ലക്ഷ്യം, ഞങ്ങളുടെ ആശയം അതൊക്കെയും നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി വേണ്ടിയാണ് 1-ാം വാർഷികത്തിൽ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ചത്. ഗൾഫിൽ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഏറെയും മലയാളികളും ജീവിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ സാംസ്കാരികമായ കൂട്ടുചേരലുമൊക്കെ നാം ഏറെയും വിനിയോഗിക്കുന്നത് നമ്മുടെ സോഷ്യൽ വർക്കുകളുടെ പിൻബലത്തിലാണ്. കഴിഞ്ഞ 10ഓളം വർഷം സാംസ്കാരികമായി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് ഇവിടെ സംഘടനകളിലും അതുപോലെ രാഷ്ട്രീയ കള്ളികളിലും നാം മനുഷ്യരെ മുഴുവൻ പകുത്തെടുത്ത് പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷന്റെ ഗ്യാപ്പില്ലേ എന്നൊരു ചിന്തയിൽ നിന്നാണ് പൈതൃകം പിറക്കുന്നത്. എല്ലാവരും വായിക്കുന്ന, എല്ലാവരാലും വായിക്കപ്പെടുന്ന ആശയം ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം, ജാതീയതയ്ക്കുപരിയായി രാഷ്ട്രീയപരമായ വേർതിരിവുകൾക്ക് ഉപരിയായി ഒരു വായന, ഒരു കമ്മ്യൂണിക്കേഷൻ, അതാണ് പൈതൃകം കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിട്ടത്. 100% ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ലെങ്കിലും കഴിഞ്ഞ ഞങ്ങളുടെ 12 ലക്കങ്ങളുടെ ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞൊരു സംഭവം തീർത്തും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുക തന്നെയാണ് എന്നാണ്.
ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരണങ്ങളുള്ള ഒരു നാട്ടിൽ ഇനിയും ഒരു പ്രസിദ്ധീകരണത്തിന് അവസരമുണ്ടോ എന്നൊക്കെ ഞങ്ങൾ തുടങ്ങുമ്പോൾ പലരും ചോദിച്ചതാണ്. കലാകൗമുദിയും മാതൃഭൂമിയും ഭാഷാപോഷണിയുമൊക്കെ സംവേദിക്കുന്ന ഒരു മലയാള സമൂഹത്തിൽ ഇനിയൊരു മാഗസിന് അത്തരമൊരിടം ഇല്ലെന്ന് തന്നെയായിരുന്നു അന്നുകൂടിയ എല്ലാവരും അവകാശപ്പെട്ടത്. പക്ഷേ തീർത്തും സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മീയതയുടെയും ഒക്കെ വേരുകൾ തേടി ഒരു അന്വേഷണം, നമ്മുടെയൊക്കെ പൈതൃകങ്ങളെ കൂട്ടിയിണക്കുന്ന ഒരു അന്വേഷണം, അതിനിപ്പോഴും നമ്മുടെ മലയാളത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലായത്. നാഷണൽ ജിയോഗ്രാഫിക് മാഗസിനും പെബ്രോള പോലുള്ള മാഗസിനുമൊക്കെ വിദേശ രാജ്യങ്ങളിലും മറ്റുമൊക്കെ നിർവഹിക്കുന്ന കടമകൾ എന്തുകൊണ്ട് മലയാളത്തിലായിക്കൂടാ എന്നൊരു അന്വേഷണമാണ് ഞങ്ങൾ ഇങ്ങനെയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്. പരിമിതികളുണ്ട്, എഴുത്തുകാരുടെ സഹകരണങ്ങൾക്കും മറ്റുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും 12ാം ലക്കത്തോടുകൂടി ഞങ്ങളൊരു പുതിയ മാനത്തിലേക്കും പുതിയൊരു സംവിധാനത്തിലേക്കും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ കയ്യിലാണ്. ഒരു സംരംഭം അത് തുടങ്ങാൻ നിയോഗിക്കപ്പെട്ടവർ തന്നെ അത് നടത്തണമെന്നില്ല. തീർത്തും ഒരു പൊതുജന സംബന്ധമായ ഒരു സംരംഭമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കുകയാണ്. എല്ലാവരും സഹകരിക്കണം. എല്ലാവർക്കും വായന നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അറിവ് നൽകി. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ഖുർആൻ പറയുന്ന ഒരു ആയത്ത്. നാം അറിവ് നൽകി. അറിവ് എന്ന ആശയത്തെ മനുഷ്യനിലേക്ക് അല്ലാഹു സന്നിവേശിപ്പിച്ചതിന് ശേഷം ആ അറിവ് പുറത്തെടുക്കാൻ പിന്നെ എങ്ങനെയാണ് ആ കണ്ടുപിടുത്തങ്ങളായി ആലോചനകളായി പരന്നു കിടക്കുന്ന ആശയത്തെ ഭൂമിയിൽ മനുഷ്യർക്ക് ഉപകാരപ്രദമായ രീതിയിൽ പുറത്തു കൊണ്ടുവരാൻ ദൈവം നമ്മോട് പറഞ്ഞത് വിവേചനമില്ലാത്ത അൺകണ്ടീഷണൽ റീഡിംഗ്. അതാണ് ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ വായിക്കണം, ഇന്നത് വായിക്കണമെന്നല്ല. ദൈവത്തിന്റെ നാമത്തിലുള്ള വായന കൊണ്ട് നിങ്ങൾക്ക് നന്മയിലേക്ക് എത്താൻ കഴിയും. ഈ ഒരാശയമാണ് ഞങ്ങൾക്ക് ഇതിന് പ്രചോദനമായത്. അങ്ങനെയാണ് പൈതൃകം പിറന്നത്. പൈതൃകത്തിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്, നല്ല വായനയെ പ്രോത്സാഹിപ്പിക്കുക. ഒരു രാഷ്ട്രീയത്തിന്റെ കൂടുകളിലും ഞങ്ങളില്ല. എല്ലാ രാഷ്ട്രീയക്കാരുടെയും സ്നേഹവും സ്നേഹപരമായ വായനയും ഞങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ സംഘടനകളുടെയും പിന്തുണയും ഞങ്ങൾക്ക് ആവശ്യമാണ്. നഗ്നമായൊരു സത്യം അത് തന്നെയാണ്. നല്ലൊരു വായനയെ നമ്മുടെ മലയാളികൾക്ക് പരിചയപ്പെടുത്തണം. ആത്മീയമായൊരു വായന, സ്നേഹത്തോടു കൂടിയുള്ളൊരു വായന, സമ്പൂർണമായൊരു വായന, അത് മലയാളിക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1ാം ക്ലാസ്സിലെ വായനയാണ് നമ്മെ 2ാം ക്ലാസ്സിൽ എത്തിച്ചത്. 2ാം ക്ലാസ്സിലെ വായനയാണ് നമ്മെ 10ൽ എത്തിച്ചത്. അങ്ങനെ ഓരോ ഘട്ടവും നാം വായിച്ചപ്പോഴാണ് വളർന്നത്. ഡിഗ്രിയും മറ്റും നാം സമ്പാദിച്ചത് വായനയിലൂടെയാണ്. വായനയെപ്പോൾ നാം നിർത്തിയോ അന്ന് നമ്മുടെ ഉയർച്ചയും നിന്നുപോയി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീവിതത്തിന്റെ മറ്റു ദൈക്ഷണികമായ മേഖലകളിൽ നിന്ന് അല്ലെങ്കിൽ ജോലി സംബന്ധമായ വിഷയത്തിലേക്ക് നാം കയറിക്കൂടുകയും വായന നിർത്തുകയും